വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച നയരേഖകളും നയങ്ങളും നിയമങ്ങളും ഒക്കെ രൂപീകരിക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ടായിരുന്നു. എന്നാൽ 42ാം അമെൻമെൻറ്റോടുകൂടി അത് സംസ്ഥാന കൺകറന്റ് ലിസ്റ്റിൽ പെട്ടു. അതിനുശേഷം വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനായി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ അധികാരം വന്നു. അതുകൊണ്ട് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കേന്ദ്ര സർക്കാർ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ അത് എല്ലാ സർക്കാരുകളും മിക്കവാറും എല്ലാ സംസ്ഥാന സർക്കാരുകളും അത് എഗ്രി ചെയ്യുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തമിഴ്നാടും കേരളവും ബംഗാളും മാത്രമാണ് അതിൽ നിന്ന് അത്തരം BJP നയങ്ങളുമായി ഒത്തുചേരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിട്ടുനിൽക്കുകയുണ്ടായി. എന്നാൽ ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി MOUയിൽ സൈൻ ചെയ്തു. പ്രൈം മിനിസ്റ്റർ PM ശ്രീ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് MOUയിൽ ഒപ്പുവെച്ച രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി. 2 വർഷം മുന്നേ വരെ നമ്മൾ NEP ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് മുന്നണിയിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നും ക്യാബിനറ്റിലും ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന നിലപാടാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുകയുണ്ടായി. തമിഴ്നാട് സ്വയം പര്യാപ്തയുള്ള ഒരു രാജ്യമായതിനാൽ തന്നെ ഈ 2000 കോടിയിലധികം വരുന്ന തുക അവർ തന്നെ സമാഹരിച്ച് അതിന് ഫണ്ട് ജനറേറ്റ് ചെയ്ത് അവിടുത്തെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഇഷ്യൂസൊക്കെ അവർ തന്നെ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. അതേസമയം അവർ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഇത് അവരുടെ ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റിക്കുള്ളൊരു ത്രെറ്റാണ്. അതായത് അവർ ഭാഷാപരമായ അവരുടെ സ്വത്വത്തിന് എതിരായിട്ടുള്ളൊരു ഭീഷണിയാണെന്ന് അവർ കാണുകയും മാത്രമല്ല കോത്താരി കമ്മീഷനിലുള്ള ത്രിഭാഷാ ഫോമുല NEPയിലുമുണ്ട്. അതുകൊണ്ട് ഹിന്ദി അവരെ ഒരു പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇമ്പോസിഷൻ ഉണ്ടാവുമെന്ന് ഭയക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവരതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അവരതുകൊണ്ട് തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമായി അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ കേരളത്തിന് അത്ര കണ്ട് സ്വയം പര്യാപ്തത ഇല്ലാത്തത് കൊണ്ടും അത് അത്ര കണ്ട് റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടും 2 വർഷം പിടിച്ചു നിന്നതിന് ശേഷം വഴിപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. CPM-ഉം BJP-യുമായി ഉള്ള അന്തർധാരയാണ് ഇതിൽ നിന്ന് മറനീക്കി പുറത്തു വരുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. ഇതേ നിലപാട് തന്നെയാണ് തമിഴ്നാട് സർക്കാരും സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും അതിൽ തന്നെയാണ് അവർ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അവർക്ക് റിസോഴ്സസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഫണ്ട് സ്വയം ജനറേറ്റ് ചെയ്ത് അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് ഇത് 2000 കോടിയിലധികം വരുന്ന ഫണ്ട് കേന്ദ്ര സർക്കാർ അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഇതിൽ ഒപ്പുവെക്കാത്ത കാരണം കൊണ്ട്. കേരളത്തിന് 1000 ചില്ലാൻ കോടി ഫണ്ടും ഇതേപോലെ തന്നെ വിത്ത്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് സ്വയം പര്യാപ്തതയുള്ളതുകൊണ്ട് അവർ റിസോഴ്സ് സ്വന്തം നിലയ്ക്ക് പൈസ സമാഹരിച്ച് അത് നികത്തി ആ നഷ്ടം നികത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനെതിരെ അവർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം NEP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് ഫെഡറൽ സ്ട്രക്ചറിനെ മാനിക്കാത്ത രീതിയാണ്. എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് പറയുന്നത് NEP അമിതമായ കൈകടത്തലുകൾ നടത്തില്ല എന്നാണ്. അതായത് മാതൃഭാഷയിൽ തന്നെ ഇൻസ്ട്രക്ട് ചെയ്യാം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാതൃഭാഷ തന്നെ ആയിരിക്കും. മറ്റു കാര്യങ്ങളിലൊന്നും അമിതമായ ഇടപെടലുകൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതേസമയം കരിക്കുലം ഡിസൈൻ ചെയ്യാനും സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് എന്നും എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് പറയുന്നുണ്ട്. എന്നിട്ടും CPM നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അവരുടെ ഈ BJP അജണ്ടയുള്ള
വിദ്യാഭ്യാസ നയത്തോട് സമരസപ്പെട്ട് പോകില്ല എന്ന് പറഞ്ഞ് ഇത്ര നാളും വിട്ടു നിൽക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 വർഷം മുന്നേ കിട്ടാവുന്ന തുക ഈ ഇത്രയും കാലമായിട്ട് കിട്ടിയില്ല. എന്നിട്ട് വീണ്ടും വഴിപ്പെടുകയാണ്. അപ്പോൾ ഇത് അതും ഈ MOUയിൽ ഒപ്പുവെച്ചത് ഇതുവരെ മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊരു അന്തർധാരയല്ലേ എന്നാണ് നമ്മുടെ ഇത്. മറ്റു അത്തരം അജണ്ടകൾ ശരിക്കും പറയുകയാണെങ്കിൽ മണ്ണിൻ്റെ മണമുള്ള ഗന്ധമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുമ്പോൾ ഇപ്പോൾ CBSE സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ചരിത്രമാണ്. ഈ നോർത്ത് ഇന്ത്യൻ ചരിത്രം മാത്രമേ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള ചരിത്രമോ കേരള സംസ്കൃതിയോ കേരള തനിമയോ ഒന്നും അറിയാതെ പോകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നമുക്കുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ കേരളം എന്താണെന്ന് അവർക്ക് അറിയാതെ പോലും വരും. അപ്പോൾ അത്തരം ആ കാര്യങ്ങളിലെ കുറച്ച് നിബന്ധനകൾ സംസ്ഥാന സർക്കാർ വയ്ക്കേണ്ടതുണ്ട്. മലയാളം പരീക്ഷ എഴുതിയില്ലെങ്കിൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പോസിബിൾ ആവില്ല എന്നുള്ളൊരു നിയമം അടുത്ത കാലത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതുപോലെ തന്നെ കേരള ചരിത്രം കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ CBSEയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ 35% പിള്ളേരും CBSEയിലാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ വരികയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പോയില്ലെങ്കിൽ ഈ NEPയിലെ പുതിയ റീസ്ട്രക്ചറിങ് പ്രകാരം 5+3+4 എന്ന രീതിയിലല്ല പോകുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ IIT NIT പോലത്തെ സ്ഥലങ്ങളിലൊന്നും എത്തിച്ചേരാൻ പറ്റില്ല എന്നൊരു സന്ദേഹം വരുമ്പോൾ ഒരു മാസീവ് ഇറോഷനായിരിക്കും CBSEയിലേക്ക് പോവുക. അപ്പോൾ അവിടെ കേരള ചരിത്രമോ കേരള തനിമയോ സ്വന്തം സംസ്കൃതിയോ സ്വന്തം സ്വത്വമോ നഷ്ടപ്പെട്ട ഒരു തലമുറയെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടച്ചുവിടും. അത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയാണ്. അവിടെ സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതുമാണ്.